അപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സർക്കാർ എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാർ ഏറ്റുമുട്ടലിലേക്കും കേന്ദ്ര വിഹിതം കട്ട് ചെയ്യുന്നതിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. ധനമന്ത്രി അധ്യക്ഷനായ 14-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അടുത്ത ബജറ്റിനായി അധിക വിഭവ സമാഹരണത്തിന് നൂതന മാർഗം കണ്ടെത്താനാണ് നിർദ്ദേശം. ഫോർ എക്സ്ക്ലൂസീവ് വി എ ഗിരീഷാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഗിരീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ അധിക കടപ്പത്രം ഇറക്കുന്നതിനെ പറ്റി ആലോചന ഉണ്ടായിരുന്നു. എന്തായാലും ധനസമാഹരണത്തിന് പുതിയ പുതിയ മാർഗങ്ങൾ എന്ത് എന്ന തീവ്ര ചിന്തയുണ്ട് ഗിരീഷ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് പ്രവിത. ഇതിൽ ഏറ്റവും പ്രധാനം, സംസ്ഥാനം വളരെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കേന്ദ്ര വിഹിതത്തിൽ വലിയ തരത്തിലുള്ള കുറവ് ഓരോ വർഷവും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അധിക വിഭവ സമാഹരണം എങ്ങനെ നടത്താം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സമിതിയെ സർക്കാർ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അധിക വിഭവ സമാഹരണം നടത്താനുള്ള വഴികൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുക, അതിനെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ അധ്യക്ഷതയിലുള്ള ഈ സമിതിയിൽ 14 അംഗങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദേശീയ തലങ്ങളിലൊക്കെ പ്രശസ്തരായ അല്ലെങ്കിൽ വിദഗ്ധരായ നിരവധി പ്രമുഖർ കൂടി ഈ സമിതിയിലുണ്ട് എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ CP ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ഡോക്ടർ ഇന്ദിരാ രാജരാമൻ, ഡോക്ടർ പിനാകി ചക്രവർത്തി, ഡോക്ടർ അഷിമ ഗോയൽ തുടങ്ങി ഒരു വലിയ വിദഗ്ധരുടെ ഒരു പാനൽ തന്നെയാണ് സർക്കാർ ഇതിനായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് GST വന്നതിന് ശേഷം സംസ്ഥാനത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നികുതി നേരിട്ട് ചുമത്താവുന്ന സാധ്യതകൾ വളരെ പരിമിതപ്പെട്ടു എന്നുള്ളതാണ്. വളരെ കുറച്ച് സാധനങ്ങൾക്ക് മാത്രമാണ് സംസ്ഥാനത്തിന് നേരിട്ട് നികുതി ചുമത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അധിക വിഭവ സമാഹരണം എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. 2024-25 ബജറ്റ് തയ്യാറാക്കണമെങ്കിൽ ഈ അധിക വിഭവ സമാഹരണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ വർഷം തന്നെ 2023-24 തന്നെ ഏതാണ്ട് 52,000 കോടിയുടെ കുറവാണ് കേന്ദ്ര വിഹിതത്തിലുണ്ടായത്. ഇത് അടുത്ത വർഷവും തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തെ ബജറ്റിനെ ബാധിക്കും, വികസന പദ്ധതികളെ ബാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് അധിക വിഭവ സമാഹരണം നടത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഏതൊക്കെ തരത്തിൽ ഇത് നടപ്പാക്കാം അല്ലെങ്കിൽ കണ്ടെത്താം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു സമിതിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതും ഹാഷ്മി.